മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയെ പ്രതാപനെ കാണാൻ പോകുന്നതിൽ നിന്നും തടയുന്നത് കണ്ടിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ അച്ഛനെ കാണാൻ പോകുന്നതിൽ എന്തിനാ ഉണ്ണി എങ്ങനെ തടയുന്നു? നിന്റെ അച്ഛൻ എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് രഹസ്യം, അങ്ങനെയൊന്നുമില്ല കണ്ണേട്ട എന്ന് പറഞ്ഞ് കരുണ ഒഴിഞ്ഞു പറയാൻ നോക്കുമ്പോൾ എന്റെ അച്ഛന്റെ ആത്മാവ് അത് നല്ലൊരു ആത്മാവാണ്. നിന്റെ അച്ഛന്റെ ദേഹത്ത്, അതായത് അത്രയും വൃത്തികെട്ട ഒരു ദേഹത്ത് കയറണമെങ്കിൽ അതിലെന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്നെയും എന്റെ അച്ഛനെയും ഇടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഒരു ലോറി ഡ്രൈവറാണ്. അയാളെ പിന്നീട് പോലീസ് പോലും അന്വേഷിച്ചിട്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഇതാ എന്റെ അച്ഛൻ നിന്റെ അച്ഛന്റെ ദേഹത്ത് കയറിയിരിക്കുന്നു. അതിൽ എന്തൊക്കെയോ സൂചനകളില്ലേ? നിന്റെ അച്ഛനാണോ എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഉത്തരവില്ല. അവൾ അവിടെ നിന്ന് പോകുന്നു. സത്യങ്ങൾ ഒരുപാട് തവണ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്നും കണ്ണൻ കരുണയോട് പറയുന്നുണ്ട്. പിന്നീട് പ്രതാപന്റെ ഒരു കേസ്, അതായത് കണ്ണൻ അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. അത് മുതലെടുത്ത് മഹാലക്ഷ്മിയിൽ നിന്നും പണം തട്ടിയെടുക്കാനായിട്ട് വാമദേവൻ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മഹിയെ കാണാനായിട്ടും വിളിക്കുന്നുണ്ട്. മഹി ആവട്ടെ മോഹിനിയോട് ചെന്ന് തന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പൊട്ടിക്കരയുന്നു. കണ്ണേട്ടൻ ഒരു തവണ വിളിച്ചില്ലെങ്കിൽ പോലും തനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാനോ അതുപോലെ ഭക്ഷണം കഴിക്കാനോ കഴിയില്ല. ഇതിപ്പോ ഒരുപാട് ദിവസമായി അമ്മേ എന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹി കരയുമ്പോ പ്രതാപം മാത്രമല്ല ഇതിന് പിന്നാലെ വാമദേവൻ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രതാപൻ വിളിച്ചു പറയുന്നതെല്ലാം സത്യങ്ങളാണ്. അതിൽ വാമദേവന്റെ പേരും വന്നിരുന്നു. വാമനോട് അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നുണ്ട്. ആ വഴിയും ഒന്ന് അന്വേഷിക്കണം മോളെ എന്നൊക്കെ പറയുകയാണ്. അക്കാര്യം അനന്തുവിനോടും ലേഖയോടും മഹി ഉടൻ തന്നെ വന്ന് പറയുകയാണ്. ഈ പറയുന്ന വാമദേവൻ നല്ല പുള്ളിയൊന്നുമല്ല. കണ്ണന്റെ അമ്മയുടെ മരണത്തിന് ശേഷം വിശ്വനാഥൻ അങ്കിൾ വിവാഹമേ കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇയാളുടെ പെങ്ങളായിട്ടുള്ള ദുർഗയെ നിർബന്ധിച്ച് കമലേശ്വരം വീട്ടിൽ കൊണ്ട് ഇരുത്തുകയായിരുന്നു. അവരവിടെ വെച്ച് കണ്ണനെ നന്നായി സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയും പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വീടൊക്കെ നന്നായിട്ട് നോക്കുന്നത് കണ്ട് കണ്ണന്റെ അച്ഛൻ വീണു പോയതാണ്. പക്ഷേ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ണു വെച്ചുകൊണ്ട് മാത്രമാണ് ആങ്ങളെയും പെങ്ങളെയും കളിച്ചത് എന്നൊക്കെ അനന്ത് പറയുന്നു. അയാൾക്കും ഇതിലൊരു പങ്കുണ്ട്. ആ വഴിയും അന്വേഷിക്കണമെന്ന് അനന്ത് തീരുമാനിക്കുകയാണ്. അങ്ങനെ പങ്കുണ്ടെങ്കിൽ അയാളെ കാണാൻ പോകുന്നത് മാർക്കോ ആയിരിക്കുമെന്ന് ഒരു മുൻകരുതൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. പിന്നെ മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തിയിട്ട് 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നുണ്ട് വാമദേവൻ. അതുകൂടിയാകുമ്പോൾ മഹാലക്ഷ്മി ആകെ തകർന്നു പോകുന്നു. അതും അനന്തുവിനോടും ലേഖയോടും വന്ന് പറയുമ്പോൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെങ്കിൽ അയാൾ ഒരിക്കലും വിശ്വസിക്കരുത്. അയാൾക്കും എന്തൊക്കെയോ. മഹി ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. കണ്ണനെ കണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുക. കാരണം കണ്ണൻ അറിയാതെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പിൻവലിക്കുകയാണെങ്കിൽ അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് വഴിവെക്കും. അങ്ങനെ കണ്ണനാവട്ടെ മഹിയെക്കുറിച്ച് ഒരു ദുർസ്വപ്നം കാണുന്നുണ്ട്. മഹിക്കും കുഞ്ഞിനും ആപത്ത് വരുന്നത് പോലെ. അതൊക്കെ ആലോചിച്ച് അവനാണെങ്കിൽ ആകെ വിഷമിച്ച് ക്യാബിനിൽ ഇരിക്കുന്ന സമയത്താണ് മഹി അവനെ കാണാനായിട്ട് എത്തുന്നത്. കണ്ണേട്ട എന്ന് വിളിക്കുമ്പോൾ തന്നെ കണ്ണനെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ കാണാൻ ആഗ്രഹിച്ച മഹി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവന് ചെറിയൊരു ആശ്വാസവും. അങ്ങനെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ കണ്ണനോട് പഴയ കഴിഞ്ഞുപോയ സത്യങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. ഒന്നും എനിക്ക് കേൾക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോവാനാ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ദേഷ്യപ്പെടുമ്പോൾ, ഇല്ല കണ്ണേട്ട, അങ്ങനെ പോവാൻ പറ്റില്ല, എനിക്ക് കണ്ണേട്ടനോട് സംസാരിക്കണം, ഞാൻ മറച്ചു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കാരണം കൊണ്ടാണ് കണ്ണേട്ടൻ എന്നോട് മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കറിയണം. ഇനിയിപ്പോ അതാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആ സത്യങ്ങൾ പറയാൻ പോവുകയാണ്. കാരണം എൻ്റെ മനസ്സിലെ ഭാരം അതെനിക്ക് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് പോലും അത് ആപത്താവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ട എന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണം വീണ്ടും താക്കുമ്പോൾ പ്രതാപനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം മഹി വിളിച്ചു പറയുന്നു. അത് മഹിയുടെ വായിൽ നിങ്ങൾ കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ പോകുന്നുണ്ട്. പിന്നീട് കണ്ണൻ ആകെ തകർന്നിരിക്കുന്നു. പിന്നീട് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന മഹിക്കാണെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുകയാണ്. അവൾ കാറിൽ നിന്നും ഇറങ്ങുന്നതും ലേഖയും അനന്തും മുന്നിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹിക്ക് ഒരു തളർച്ച പോലെ ഫീൽ ചെയ്യണം. അവൾ അവിടെ വീഴാനായിട്ട് പോകുന്നു. ലേഖയാണെങ്കിൽ ഓടിച്ചെന്ന് മഹിയെ പിടിക്കുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ബോധം കെട്ട് വീഴുന്ന മഹിക്കാണെങ്കിൽ ബോധം തെളിയുന്നില്ല. അങ്ങനെ മഹിയെ ചികിത്സിക്കാനായിട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ട്. ഈ സമയം ലേഖ അനന്തുവിനോട് പറയുകയാണ്, നമുക്ക് കണ്ണേട്ടനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണ്ടേ എന്ന്. അറിയിക്കണം, എന്തായാലും ഡോക്ടർ എന്താ പറയുന്നതെന്നും കൂടി കേൾക്കാം. അങ്ങനെ ഡോക്ടർ നമ്മുടെ അനന്തുവിനെയും ലേഖയെയും കടനായിട്ട് വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും മഹിക്ക് ചെറുതായിട്ട് പോലും ടെൻഷൻ കൊടുക്കരുതെന്നും എന്തോ ആ കുട്ടി കാര്യമായിട്ട് ആലോചിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ബോധക്കേട് വന്നതെന്നൊക്കെ പറയുമ്പോൾ അനന്തുവിനും ലേഖയ്ക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്.
അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തുറന്നു പറയാനായിട്ട് ഡോക്ടർ പറയുമ്പോൾ അത് ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖയും അനന്തവും ഒഴിഞ്ഞു മാറുകയാണ്. കുഞ്ഞും അമ്മയും സേഫാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും കണ്ണനും മഹിയും ഒന്നിക്കാൻ ഇതൊരു കാരണം തന്നെയാണ്. തന്റെ കുഞ്ഞിന് ഒരബദ്ധം വരാൻ കണ്ണൻ സമ്മതിക്കുകയില്ല. അങ്ങനെ അനന്തവും ലേഖയും കണ്ണനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. കണ്ണന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്യുകയാണ്. അതായത് മഹിക്കും കുഞ്ഞിനും ആപത്ത് പറ്റുന്നത് പോലെ കണ്ട സ്വപ്നം. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.